റെഡി 1 2 3 സ്റ്റാർട്ട്. ചേട്ടാ, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്, ഒരു ബ്ലൂബെറി, ഒരു നട്ടി ബബിൾ. ബബിൾ. കലങ്ങിയില്ല. കേക്ക് എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമല്ല. കഴിക്കും. അങ്ങനെ പറയരുത്. ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ എനിക്ക് എന്തെങ്കിലും എഴുതാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലേ? ഏപ്രിൽ ഫൂൾ എന്ന് എഴുതാം. ഞാൻ ശരിക്കുള്ള ബ്ലൂബെറി കഴിച്ചായിരുന്നു ഒരിക്കൽ കഴിച്ചിട്ടുള്ളൂ. നീ ഡെയിലി കഴിക്കുന്നുണ്ട്? ഞാൻ ഡെയിലി കഴിക്കുന്നുണ്ട്. പ്രൊഡ്യൂസറിന്റെ ആധാരം. ടീ, അക്കോമഡേഷൻ, റെന്റ്. ഒരു കൊതുകിരിക്കുന്നു. കൊതുകിന് എന്നെ ഭയങ്കര ഇഷ്ടം. കൊള്ളാം, എവനാള് കൊള്ളാം. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. കൂട്ടത്തിൽ ഏറ്റവും നല്ലത് കണ്ട ആതിരക്കുട്ടി സെലക്ട് ചെയ്ത ബ്ലൂബെറി കേക്ക്. കണ്ട ആതിര കുട്ടി, അവക്കൊണ്ടൊരു കുട്ടി. നമ്മളെ ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. ഡയാനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് കേക്ക് വാങ്ങാൻ പോകുന്നു. വെറൈറ്റി അല്ലേ? കേക്ക് ഇഷ്ടമല്ലേ? ഭയങ്കര ഇഷ്ടമാണത് ഞാൻ കേട്ടു. എനിക്ക് പ്ലം കേക്കും ഈ കേക്കും ഇഷ്ടമാണ്. ഇത് രണ്ടല്ല നമ്മൾ വാങ്ങാൻ പോകുന്നത്. നമ്മൾ ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള ഓരോ ഫ്ലേവർ കേക്ക് സെലക്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വഴിയേ പറഞ്ഞുതരാം. കേക്ക് വാങ്ങാം. ഇവിടെ നമ്മൾ വാങ്ങാൻ പോകുന്ന വരൂ. നിനക്ക് 1 കിലോയുടെ കേക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഇഷ്ടമുള്ള ഫ്ലേവർ സെലക്ട് ചെയ്യാവേ. എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ. ചോക്ലേറ്റ് ഫ്ലേവർ ഇവിടെ ഇല്ല. ഞാൻ ബ്ലൂബെറി ആണ്. എനിക്ക് ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഇല്ല. അപ്പൊ ബ്ലാക്ക് ഫോറസ്റ്റ്. എവിടെ വിളിക്ക്, ചേട്ടനെ വിളിക്കുക. ആ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട് ഇരിക്കുന്നത്. അപ്പൊ ഞാനൊരു നട്ടി ബബിൾ, താങ്കൾ ഒരു ബ്ലൂബെറി, താങ്കൾ ചോക്ലേറ്റ്. അല്ല, ബ്ലാക്ക് ഫോറസ്റ്റ്. എനിക്ക് മുറുക്ക് വേണം. ചേട്ടാ, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്, ഒരു ബ്ലൂബെറി, ഒരു നട്ടി ബബിൾ. വേറെ നോക്കാം. കലങ്ങിയില്ല. നല്ലോണം കലയ്ക്ക് ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. അപ്പൊ കേക്ക് റെഡിയാണ്. ടാസ്ക് എന്താണെന്നുള്ളത് വഴിയെ പറയാം. നാക്ക് കൊഴാന്ന് കുഴയുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ്. നേരത്തെ 2 ഐസ്ക്രീം കേക്കായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ എടുക്കാം. നമുക്ക് വാങ്ങിട്ട് വേഗം പോവാം. താങ്ക് യു. വാങ്ങിട്ട് വേഗം പോകാൻ പറ്റില്ല, കാശ് കൊടുക്കണം. അതെ, അത് താങ്കൾ കൊടുക്കുമല്ലോ. അതെ. എന്ത് വാങ്ങിയാലും ബില്ല് ചോദിച്ച് വാങ്ങണം. നമുക്ക് ചോദിച്ചു പോവാം. എനിക്ക് ചായ വേണം. വെയിറ്റ് ഉണ്ടല്ലോ. 1 കിലോ. ചേട്ടൻ ബില്ലിനൊപ്പം ആധാരം കൂടെ എഴുതുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ചേട്ടൻ പരീക്ഷ എഴുതുന്നു. താങ്ക് യു ചേട്ടാ. താങ്ക് യു. നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള കേക്കുകൾ സെലക്ട് ചെയ്തു. അപ്പൊ നമുക്കൊരു സന്തോഷം തോന്നിയില്ലേ? അതെ, ഒരു ആത്മസുഖം. നമുക്കേ സന്തോഷമുള്ളൂ, അവർക്ക് സന്തോഷമില്ല. കേക്ക് എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമല്ല. കഴിക്കും. അങ്ങനെ പറയരുത് പ്ലീസ്. പിന്നെ പ്ലം കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗീ കേക്ക് ഇഷ്ടമാണ്. ടീ കേക്ക് ഇഷ്ടമാണ്. ഇപ്പൊ അതൊന്നും അല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഈ 3 കേക്കിലും നിനക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൂബെറി അല്ലേ? എനിക്ക് ബ്ലൂബെറി. കഴിച്ചു. എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ എനിക്ക് മടുത്ത് വേണ്ട.
എനിക്ക് കുറച്ച് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള കേക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ തരും ഞാൻ കേക്ക് തരും. ഇതിപ്പോ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള കേക്കാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അതെ. പക്ഷേ ഇതിനകത്ത് ഒരു ലോട്ട് ഉണ്ടല്ലോ, ഇത് നമ്മൾ വീണ്ടും ഇങ്ങനെ കലക്കി കുലുക്കി എടുക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന കേക്ക് ഏതാണോ ആ കേക്ക് ആയിരിക്കും നമ്മൾ കഴിക്കേണ്ടത്. നോ, നാഹി എന്ന് പറഞ്ഞാൽ നാഹി. ഇതല്ല, ആദ്യം അത് നമുക്ക് സെലക്ട് ചെയ്യാം ഏത് കേക്കാണ് നമ്മൾ കഴിക്കുന്നതെന്ന് തീരുമാനിക്കാം. എന്നിട്ട് ബാക്കി ട്വിസ്റ്റ് ഞാൻ പറയാം. ഇതാണ് ഞാൻ ആദ്യം ഇവിടെ പരിപാടി ഏൽപ്പിക്കരുത്. എടാ നീ ആ കേക്കിൽ നോക്ക്, എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട് എന്തോ പോലെ തോന്നുന്നു. ഇത് തന്നെയാണ് ഞാൻ നട്ടി ബബിള് വേണോന്ന് പറഞ്ഞ് മേടിച്ചത്. നീയാണ് പറഞ്ഞത്. ഞാനല്ല, അവളാണ് അവൾക്ക് നട്ടി ബബിള് എന്തോ പോലെ തോന്നുന്നു എനിക്ക്. ആക്ച്വലി വീണ്ടും ലോട്ട് എടുക്കുന്നു അല്ലേ? അതെ, എടുത്തിട്ട് നമുക്ക് തീരുമാനിക്കാം. റെഡി അല്ലേ? ചെറിയല്ല, ജാമാ. അയ്യോ, പറ്റിച്ചു. എന്തെങ്കിലും എഴുതാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലെ എല്ലാ കേക്കിലും? ഈ കേക്കിൽ ഒന്നും ഇനി ഇതിനകത്ത് ഗ്യാപ്പ് ഉണ്ട്. ഏപ്രിൽ ഫൂൾ എഴുതാം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പൊ എടുക്കാം, ഞാൻ എടുക്കട്ടെ ആദ്യം. അഞ്ജലിയുടെ പിള്ളേർക്ക് കേക്ക് ഇഷ്ടമാണോ? നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം. 3 എണ്ണ ഇന്നലെ ഒരു കേക്ക് തട്ടി മറിച്ചിട്ടതേ ഉള്ളൂ. ആ തരത്തിലായിരുന്നു ഇഷ്ടം. നോ, എനിക്ക് വേണ്ട. ഞാൻ തോറ്റു. എനിക്ക് അമർത്തേണ്ട സാധനമാണ് കിട്ടിയത്. എനിക്കിത്, നിനക്ക് അതാണോ? ഇതൊക്കെ എന്ത് ആയിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താലോ? ഇല്ല, അങ്ങനെ പറ്റൂല. സംഭവം ഞാൻ ആഗ്രഹിച്ച് മോഹിച്ചെടുത്ത കേക്കാണെങ്കിലും എനിക്ക് എന്തോ എടുത്തു കഴിഞ്ഞപ്പോ എന്തോ പോലെ. ബ്ലൂബെറി നന്നായിരിക്കും അല്ലേ? ഇല്ല, എനിക്ക് പുളിപ്പ് വന്നു എനിക്ക് അപ്പൊ ശ്വാസം മുട്ടും. പുളിപ്പും ഞാൻ രണ്ടാമത് പുളിപ്പൊന്നും അല്ല. ബ്ലൂബെറി ഇത് യഥാർത്ഥ ബ്ലൂബെറി ഞാൻ ശരിക്കുള്ള ബ്ലൂബെറി കഴിച്ചായിരുന്നു ഒരിക്കൽ. അതെ, ഒരിക്കൽ കഴിച്ചിട്ടുള്ളൂ. നീ ഡെയിലി കഴിക്കുന്നുണ്ട്? ഡെയിലി കഴിക്കുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു മരമുണ്ട്. അതെ. എന്നാലും എനിക്ക് അല്ലെങ്കിൽ അറിയായിരുന്നു ഈ സാധനം എനിക്ക് വരും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്ന് കറക്റ്റ് ഞാൻ ഇതെല്ലാം എന്റെ കയ്യിലിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാം. ഓരോരുത്തരുടെ എന്റെ കഴിക്കുന്ന വേറെ രീതിയിലാണോ? പറഞ്ഞു തരാം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഓക്കെ, പ്രൊഡ്യൂസറിന്റെ ആധാരം ഇല്ലാണെന്ന് തോന്നുന്നു. വേണ്ടായിരുന്നു. ടീ, അക്കോമഡേഷൻ, റെന്റ്. വായിക്കൂ. അതായത് ഓരോ കേക്കും ഓരോ തരത്തിലാണ് കഴിക്കേണ്ടത്. വീണ്ടും ട്വിസ്റ്റ്. അങ്ങനെയല്ല, അങ്ങനെയൊന്നും അല്ലേ? എങ്ങനെയാണോ? ഞാൻ പറഞ്ഞുതരാം. ഈ 3 ചിട്ട് ഞാൻ വീണ്ടും ഇതിനകത്ത് ഇടുന്നു. ഓക്കെ, എന്നിട്ട് ഇതിനകത്തുനിന്ന് നമ്മൾ ഇത് പിക്ക് ചെയ്യണം. ഇതിനകത്ത് ഓരോരുത്തർക്കും കിട്ടുന്ന എങ്ങനെയാണോ അതേപോലെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ, എനിക്ക് നിന്നെ സംശയമുണ്ട്. നീ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കണ്ണടച്ച് നിങ്ങൾ എല്ലാം എടുത്തിട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ. പോരെ, എടുക്കൂ. എടുത്തോ. വിശ്വാസമാണ് എന്നെ, വിശ്വാസമാ. ഒരു കൊതുകിരിക്കുന്നു. കൊതുകിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിരിച്ചു പോയനെ. അയ്യോ. ഓക്കെ, വായിക്കോ ഉറക്കെ. വിത്തൗട്ട് ഹാൻഡ്സ്, കാലുകൊണ്ട് കഴിക്കണമായിരിക്കും ഞാൻ. അല്ല, വാവുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? നീ എങ്ങനെ കഴിക്കുന്നത്? വിത്ത് 1 നൈഫ്. അതായത് ഇത് മാത്രം ഉപയോഗിച്ച് ഞാനിങ്ങനെ കട്ട് ചെയ്ത്. പ്രൊഡ്യൂസറിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. വിത്ത് 2 നൈഫ്. അപ്പോൾ ഈ ഗെയിമിന്റെ പേരാണ് കേക്ക് ഈറ്റിംഗ് ചലഞ്ച്. തുടങ്ങാം. റെഡി 1 2 3. ഞാൻ തുടങ്ങിയില്ലാന്ന്. എനിക്ക് മുടി കെട്ടിയൊക്കെ ബാൻഡ് വേണോ? അതെ, എവിടെ ഉണ്ടോ? ഓ, എല്ലാമായിട്ട് വന്നില്ല. വേണ്ട, സോറി. മാസ്ക് വെച്ചൊക്കെ കെട്ടി വെക്കേണ്ടി വരും. മുടിയുണ്ട്. പക്ഷെ മുടിയുണ്ടോ ബാൻഡ് ഉണ്ടോ? അയ്യോ, എന്ത് പാവം. താങ്ക് യു. കെട്ടിയൊക്കെ വെക്കൂ. പിന്നല്ല, ഇതും കൂടെ മടക്കി കുത്ത്. വേണ്ടടാ. എന്ത് മത്സരത്തിനാ പോകുന്നത്? നാട്ടുകാരെ കൊണ്ട് പറയിച്ച് അടങ്ങുന്നാടാ. ശരി, ഇപ്പോഴാണ് ഞാനൊന്ന് റെഡി ആയത്. തുടങ്ങാം. റെഡി 1 2 3 സ്റ്റാർട്ട്. നിങ്ങൾക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒന്നുമില്ല. അങ്ങനെ തന്നെ വേണം. ഈ വൃത്തിയുടെ സാധനല്ലേ? കഴിക്കാൻ കൂടി തുടങ്ങ്. നീ നിർബന്ധിക്കേണ്ടി വന്നു. മൊത്തം സാധാരണ നമ്മൾ ഈ ക്രീം എല്ലാം എടുത്ത് മാറ്റിട്ട് ആ കേക്ക് മാത്രമേ കഴിക്കുള്ളൂടാ. ഞാൻ മൊത്തം ക്രീം. ഇത് കൈ വെക്കാണ്ട് ഇത് ഇങ്ങനെ കഴിക്കണം അല്ലേ? എനിക്ക്
നല്ല വൃത്തികെട്ട ടേസ്റ്റ് ഉള്ള കേക്ക്. അയ്യോ സീരിയസ്ലി നീ അങ്ങനെയൊന്നും പറയല്ലേ. ആ ബേക്കറിൽ ഇനി ആൾക്കാർക്ക് പോകാനുള്ളതാണ്. ഞാൻ ഈ വരവ് ഞാൻ എനിക്ക് കണ്ടപ്പോഴേ തോന്നി. ഇതേത് ഭാഷ? ഓക്കെ ഗായ്സ്, ഞാൻ അങ്ങനെ എന്റെ കേക്ക് 2 നൈവ്സ് വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, കഴിക്കാൻ പോകുന്നു. നട്ട് വേണം എന്ന് പറഞ്ഞ് വൃത്തിയായിട്ട് ജന്തു സെലക്ട് ചെയ്തിട്ട് ഇതിപ്പോ ഞാൻ തിന്നോണ്ടിരിക്കുക പഴയ കേക്ക്. എന്റെ മുഖത്ത് എവിടെയെങ്കിലും ഇനി പറ്റാൻ ബാക്കിയുണ്ടോ? നിന്റെ മുഖത്ത് ഞാൻ പിടിച്ച് ഞെക്കിന്റെ ഇങ്ങനത്തെ മൊത്തം ലിപ്സ്റ്റിക്. നല്ല കേക്ക് അതിരാ. നീ ഇതൊന്ന് കഴിച്ചു നോക്ക്. 5 ദിവസമായെന്ന് തോന്നുന്നു ചേട്ടൻ ഉണ്ടാക്കി ബേക്കറി വെച്ചേക്കുന്നത്. അതിന്റെ ഷേപ്പ് കാരണം നല്ല ഫ്ലേവർ. ആ കടയിൽ വേറെ എന്തൊക്കെ കേക്കുകളുണ്ട്. നീ എനിക്കൊരു സഹായം ചെയ്യുമോ? ആ ഫ്രണ്ടിൽ ആ ലെയർ അങ്ങ് മാറ്റുമോ? എനിക്ക് കാണുമ്പോ ഭയങ്കര നല്ല കേക്ക്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ഞാൻ ചത്തു ഇത് തിന്ന. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പീസ് കേക്ക് അല്ലാതെ കഴിച്ചിട്ടില്ല. ഞാൻ ഇതാണ് ഈ കൈ ഉപയോഗിക്കാൻ പാടില്ല അല്ലേ? നന്നായിരിക്കുന്നു ഗെയിം. നോക്കേ ഇവിടെ പാവം. കൊള്ളാം, യവനാള് കൊള്ളാം. ഇങ്ങനെ ആക്രാന്ത കാട്ടാത്ത മകളെ, മെല്ലത്തിന്റെ മകളെ. ആണോ? കണ്ട കുഴപ്പമില്ലേ? കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ കേക്ക് പീസ് എടുത്തരാൻ പറ്റും. കഴിക്കും മോളെ. മൂക്കുത്തിക്കൊക്കെ പുതിയ ഡിസൈൻ ആയിട്ടുണ്ട്. ഇതൊന്ന് തുടച്ചു മാറ്റാൻ പോലും കൈകളില്ലേ എനിക്ക്. കഴിക്ക്. ഇതൊന്നും ആവൂല. അതാ എന്താ പറ്റിയടാ? എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? വീണ്ടും കഴിക്കണല്ലേ? അപ്പൊ അവരവർക്ക് അർഹതപ്പെട്ട കേക്കുകളാണ് ഇവിടെ ദൈവം ലോട്ടിലൂടെ നൽകിയിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ഏറ്റവും നല്ല കേക്ക് തന്നെ എനിക്ക് കഴിക്കാൻ സാധിച്ചു. അടിപൊളിയായിരുന്നു. ഓക്കെ, കൊള്ളാം. വേണോ? ടേസ്റ്റ് ചെയ്യണോ? വേണം. ഇത് വേണ്ട. വേണ്ടടാ. നിന്റെ ഈ ടാസ്ക് ഏത് കേക്ക് കഴിച്ചാലും കേക്ക് ഇങ്ങനെ വേണം കഴിക്കാൻ. കുടുങ്ങി ചാവാത്ത ഭാഗ്യം. ഈ വയ്യാവേലി നീ എന്നെയാ വരുത്തി വെച്ച സഹിച്ചോ. ഏത് കേക്ക് കഴിച്ചാലും വിത്തൗട്ട് ഹാൻഡ്സ് വേണം കഴിക്കാൻ. കണ്ടോ, അവക്ക് സ്നേഹം ഉള്ളത് കൊണ്ട്. അല്ലെങ്കിലും നല്ല മനസ്സുള്ളവർ സെലക്ട് ചെയ്യുന്ന സാധനം ഒക്കെ നല്ലതായിരിക്കും. ഉയ്യോ, പക്ഷെ എന്നാലേ ദൈവമുണ്ട്. വീണ്ടും നല്ലത് എനിക്ക് കിട്ടും. നല്ല മനസ്സുള്ളവർക്ക് നല്ലത് കിട്ടും. സെലക്ട് ചെയ്താൽ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒരു ചെറിയ ലെയർ മാത്രം. ഇല്ല, കഴിക്കൂ. ഇല്ല, അഞ്ജലി ഇത് പോരാ. അഞ്ജലി കഴിക്കണം. അഞ്ജലി അത് കഴിച്ച് നീ കാണണം. കഴിച്ച് ഫുഡ് പോയിസൺ അടിച്ച്. ഞാൻ സെലക്ട് ചെയ്ത കേക്ക് ഞാനൊന്ന് ഇത് കഴിക്കട്ടെ. നല്ലതാ കേട്ടോ. കണ്ട കൂട്ടത്തിൽ ഏറ്റവും നല്ലത് നമ്മുടെ ആതിരക്കുട്ടി സെലക്ട് ചെയ്ത ബ്ലൂബെറി കേക്ക് ആണ്. ആതിരക്കുട്ടി, അവക്കൊണ്ടൊരു കുട്ടി. എടി 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 കുട്ടിയാവാനല്ല, ആന്റി ആകാനുള്ള പ്രായം ഉണ്ടായിട്ടും അതെ കല്യാണം കഴിക്കാത്ത ഈ കുട്ടി. അതെ അതെ, പറയൂ. അങ്ങനെയുള്ള സത്യങ്ങൾ വിളിച്ചു പറയൂ. ഞാനൊരു സത്യം പറയട്ടെ. അങ്ങനെ പറയൂല. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? ഞാനിവള് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചിട്ടേ ഉള്ളൂ. ഒരേ വർഷം ജനിച്ച ആൾക്കാരാ. നിനക്ക് അങ്ങനെ തന്നെ നോടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരുടെ എല്ലാം ജൂനിയർ ആണ് ഞാൻ. ഇവിടെ 2 മാസം ഡിലേ. 2 മാസത്തിന് ശേഷം ജനിച്ചു. ഡിലേഡ് ആയിട്ട് വന്നതാണ് അല്ലേ? അതും ഡിലേ. എന്തോ പുറപ്പെടാൻ ഇച്ചിരി താമസം. എടാ, നമ്മള് ചിരി മാത്രമേ ഉള്ളൂ. കേക്ക് ടാസ്ക് ഇങ്ങനെ ഒഴിവാക്കാം. ഇല്ല, ജാനുവരി 1 അയ്യോ. അതെ, അതായത് ഒരു മാസം അങ്ങോട്ടൊന്ന് തെന്നിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഒരേ ഇയർ ആയിരുന്നു. അത് നീ ഡിസംബർ ആണോ? ഒക്ടോബർ. 2 മാസം. 7 നീ ആണോ? 6 ദിവസത്തിന്റെ മൂത്തയാളാണ് ഞാൻ. എന്തൊക്കെയാ? ഞാനാണ് മൂത്തത്. നീയാണ് മൂത്തത്. 6 ദിവസം അല്ലേ? 2 കേക്കും കൊള്ളാം. ഇത് മാത്രം ഇപ്പൊ ഇങ്ങനെ ആയ സ്ഥിതിക്ക് നിനക്ക് നീ ഇത് കഴിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു ഒരുമിച്ചൊരു കാര്യം തീരുമാനം ചെയ്യണ്ട. എടുക്കാം. ഒരു കേക്ക് കാര്യം തീറ്റ ഇവിടെ മത്സരം ചെയ്യണ്ട. ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഒരു നന്ദി. കാര്യം ചെയ്യണ്ട. വീണ്ടും വരിക. ഈ കേക്ക് സെലക്ട് ചെയ്ത അഞ്ജലി തന്നെ ഇത് കഴിക്കുന്നതായിരിക്കും. ഞാൻ തന്നെ ഇത് കഴിച്ചു നോക്കി. ഞാൻ കഴിച്ചു. വന്നാല്
എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.